ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നൂഡിൽസും മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും. വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ കഴിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. കുക്കിംഗ് ഒന്നും ഒട്ടും അറിയാത്തവർക്ക് പോലും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. എപ്പോഴും നമ്മൾ ഒരേപോലെ നൂഡിൽസൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ വെറൈറ്റി ആക്കിയിട്ടൊന്ന് തയ്യാറാക്കി നോക്കാട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, വെറും 10 മിനിറ്റ് മാത്രം മതി ഈ ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 പാക്കറ്റ് നൂഡിൽസാണ് കേട്ടോ. ചെറിയ പാക്കറ്റാണ്, 10 രൂപയുടെ പാക്കറ്റ് ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി 2 പാക്കറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ തയ്യാറാക്കുക, അല്ലെങ്കിൽ 4 പാക്കറ്റിൽ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ച് നൂഡിൽസിൻ്റെയും മുട്ടയുടെയൊക്കെ അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഇനി എല്ലാം തന്നെ ഇത് പാക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ പാക്കറ്റ് പൊട്ടിച്ചെടുക്കുമ്പോഴും ഇതിനനുസരിച്ചുള്ള ഒരു മസാല ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഇത് തയ്യാറാക്കിയെടുക്കാനൊക്കെ വളരെ സിമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. എപ്പോഴും നമ്മൾ വീട്ടിൽ കിട്ടുന്ന ചേരുവകൾ മാത്രം മതി കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ. എന്ന ഒരു വ്യത്യസ്ത ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 4 പാക്കറ്റും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഒരു വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. ഈ ഒരു നൂഡിൽസ് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് വെള്ളം നിൽക്കണം കേട്ടോ. അപ്പോൾ അത്ര വേണം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ വലിയൊരു കപ്പിന് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഒരു 3 മിനിറ്റൊക്കെ മതി ഇതൊന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു നൂഡിൽസ് നല്ല തിളച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് വരുമല്ലോ, ആ ഒരു സമയത്ത് വേണം ഇതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കാൻ. അതായത് നമുക്ക് ആ ഒരു പാക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു മസാല തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 4 പാക്കറ്റിൽ നിന്ന് 4 മസാല പാക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിലേക്ക് 3 എണ്ണം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരു 3 പാക്കറ്റ് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 4 പാക്കറ്റും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ 4 പാക്കറ്റ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് എരിവ് കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വെറും ഒരു 3 പാക്കറ്റ് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആ ഒരു അംശം ഉണ്ട്, അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഒരു നൂഡിൽസ് നല്ലപോലെ കുക്കായി വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഒരു വലിയൊരു സവാളയുടെ പകുതിയാണ് കേട്ടോ മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സവാളയാണെങ്കിൽ 1 ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴുത്ത ഒരു ചെറിയൊരു തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതി എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം വറ്റൽമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കട്ടെ. ആ ഒരു ഉപ്പ് ഇതിൽ നല്ലപോലെ യോജിച്ച് വരുന്നവരൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ക്യാരറ്റും സവാളയും തക്കാളിയും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാബേജൊക്കെ വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഈ ഒരു ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോൾ രണ്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പാന് നല്ലപോലെ ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ബട്ടർ ഇട്ട് കൊടുത്തത്. ചിലപ്പോൾ നമ്മൾ നല്ല ചൂടായ പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിയും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ അത് ആ ഒരു ബട്ടറൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ട ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഞാൻ പകുതി മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 മിനിറ്റോളം ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. ഒരുപാട് സമയമൊന്നും അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, വെറും 1 മിനിറ്റ് മാത്രം മതി. ഇപ്പോൾ 1 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഇത് കുറച്ചൊക്കെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നൂഡിൽസിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഒരു 4 പാക്കറ്റ് നൂഡിൽസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അധികമായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് പകുതി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നമുക്ക് 2 എണ്ണം ചെയ്തെടുക്കാനുള്ളതുണ്ട്. അതായത് ചെറിയൊരു പാനാണ്, അപ്പോൾ അതുകൊണ്ട് 2 എണ്ണം ചെയ്തെടുക്കാം. അത്യാവശ്യം വലിയൊരു പാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1 മാത്രം ചെയ്തെടുക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നൂഡിൽസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണ്ട ചെയ്തെടുക്കാൻ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് മല്ലിയില അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട, വളരെ കുറഞ്ഞ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മല്ലിയിലൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ വറ്റൽമുളക് ചതച്ചത് ഒന്നും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇതിപ്പോൾ ഒരുവിധം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു മുട്ട പൊട്ടിപ്പോകാതെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മളൊരു എഗ്ഗ് നൂഡിൽസ് ഓംലെറ്റ് എന്നൊക്കെ പറയാം കേട്ടോ. അതുപോലെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി ഐറ്റംസാണ്. പിന്നെ മുട്ടയും നൂഡിൽസൊക്കെ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സ്കൂളിട്ട് വരുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് 2 പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഒന്നും കൂടെ ചെറുതാക്കിയിട്ട് 3-4 പീസൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിലൂടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. സാധാരണ നമ്മൾ മുട്ടയും നൂഡിൽസൊക്കെ തയ്യാറാക്കുന്നത് നൂഡിൽസൊക്കെ വേവിച്ചിട്ട് അതിലേക്ക് മുട്ട പുഴുങ്ങി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മുട്ട ഇട്ട് കൊടുത്തിട്ട് ചിക്കി എടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് രാവിലെ സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കിയാൽ മതി കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ മുട്ടയും നൂഡിൽസൊക്കെ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.